ഞാൻ പറഞ്ഞോളേ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് പറ. പറയില്ലേ? ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. ഹായ് ഗായ്സ് മാത്രമേ പറയുള്ളൂ. ചാച്ചു എങ്ങനെ പറയാ? അങ്ങനെയല്ല പറയാ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എങ്ങനെ പറയാ ചാച്ചു? എത്ര ഗായ്സ് ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇതാണ് ചാച്ചോട് എന്തെങ്കിലും പറയാനുള്ള പ്രശ്നം. ഗൈസ് ഇതാണ് ഞങ്ങളുടെ നാട്, കണ്ടോ? നല്ല പച്ചപ്പും ഹരിതാഭയുള്ള നാട്. ഞങ്ങൾ വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ് ഗൈസ്. ഞങ്ങള് എണീറ്റോടെ ഞാൻ കാറ് കയറി ഗൈസ്. വേഗം ഒന്ന് പോയിക്കാ ദിവസം പറയണ്ട്. ഞങ്ങളെ മീന് വാങ്ങാൻ, അതായത് തിന്നണ മീനും പിന്നെ കുളത്തിലിടുന്ന മീനും വാങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയതാണ്. അതൊരു ഇവിടെ അടുത്തൊരു മാഷിന്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പൊ അയാള് 9 മണിന്റെ മുന്നേ ഷോപ്പിക്ക് പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ടീച്ച വന്നത്. അന്നേരം ലൈവില് പറഞ്ഞിരുന്നു ഞങ്ങക്ക് ഈ മീൻ കിട്ടി, ഇനി തിന്നണ മീൻ കിട്ടാൻ വാങ്ങാൻ വേണ്ടി ചെറുകര പോയിരിക്കുക. ചെറുകര പോയിട്ട് മീൻ വാങ്ങട്ടെ ഗൈസ്. ഇന്ന് ഞാൻ മറ്റേ നൂറമോള് പറഞ്ഞത് വെച്ചിട്ട് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായ ഇട്ടിട്ട് കറി വെക്കാന്ന് വിചാരിക്കണ്ടേ. മുരിങ്ങക്കായ കിട്ടാല്ല എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി. കിട്ടാണെങ്കിൽ നമുക്ക് ആ കറി വെക്കാം. പ്രത്യേകിച്ചൊന്നും കാണിക്കാണ്ടാവില്ല വീഡിയോയില്. വേറെ കാര്യം ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞാലും ഉറക്കത്തുനിന്ന് നീച്ചിട്ട് വേഗം ഡ്രസ്സ് മാറ്റി വണ്ടി കയറിയതാ. ആ മാഷിന്റെ വീടാണെങ്കിൽ നല്ല രസമുണ്ട്. അവിടെ വലിയ മീനൊക്കെ ഉണ്ട്, അലിഗേറ്ററും അരാപ്പയ്മയും പിന്നെ കോഴിക്കാർപ്പല്ലേ, റെഡ് മീനതാ ഗൗരാമി. ഗൗരാമി എന്റെ പേരിട്ട് ബന്ധമുണ്ട്. ഗൗരാമി അതാ ഒരു കപ്പി ചത്തതാണ് ഓൾറെഡി നാവട്ടോ. കണ്ടോ ഗൈസേ? ശരി, ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോയിട്ട് വരട്ടെ. ഇവിടെ അടുത്തെത്താറേ. ചെമ്മീനുണ്ട് ഗൈസ്. ചെമ്മീൻ കിട്ടി. സാധാരണ ചെമ്മീൻ എപ്പോഴും ഉണ്ടാവാറില്ല, സൗണ്ട് ഉണ്ടാവില്ല അല്ലേ. അപ്പൊ ചെമ്മീൻ അവിടെ നേരാക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തൊരു ചായക്കടയിൽ വന്നതാണ്. ചായക്കട എന്നല്ല, കുറച്ച് വലിയ കടയാണ്. അളിയൻ പൊറോട്ട തിന്നു, ഒരു ചായ ഹോർലിക്സ് ഒക്കെ കുടിച്ചു. ഞാൻ ഒന്നും വെച്ചിട്ടില്ല, ചായ ഇഷ്ടം. ചാച്ചൊക്കെ സൂപ്പറായിരുന്നു ഹോർലിക്സ് കുടിച്ചിട്ടുണ്ട്. ചാച്ച ഹോർലിക്സ് കുടിച്ചിട്ട് ഇരുന്ന് ഉറക്കം പാട്ട് വരാം. എന്താണ് പഴംപൊരി രസമല്ല? ഇത് കഴിഞ്ഞിട്ട് ചെമ്മീന് മുരിങ്ങക്കായ കൂടി വാങ്ങാൻ ഉറപ്പിക്കണം കേട്ടോ. മാങ്ങ ഉണ്ട് അവിടെ, മുരിങ്ങക്കായ വേണം. കുഴപ്പമില്ല, പകുതി ഇടും. മീന് നേരാക്കാൻ അത്യാവശ്യം ടൈം എടുക്കും. ചെമ്മീന് ഓർക്കാപ്പുളി ഇടാന്ന. ചെമ്മീൻ, മാങ്ങ, മുരിങ്ങക്കായ, ഓർക്കാപ്പുളി മരത്തുമ്പത്തെ കഴിഞ്ഞല്ലോ. അന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് മുകളിലൊക്കെ ഉണ്ടായിരുന്നു. നോക്കിയൊക്കെ ഗൈസ്, നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കണ ഒരു വീഡിയോയിൽ കാണിക്കാം അല്ലേ? ശരി. ചാച്ചി പിന്നൽ വളയൊക്കെ പാടുണ്ട് ഗൈസ്. ചാച്ചു ഹോർലിക്സ് കുടിച്ച് ഹൈയായി തോന്നുന്നു. ഗൈസ് നമ്മൾ ഇതിലേക്ക്, ഇത് നമ്മുടെ മെയിൻ ഫിഷ് ടാങ്ക് അല്ല, നമ്മുടെ മെയിൻ ഫിഷ് ടാങ്ക് ഉള്ളില് അതാ എന്തേ മീൻ ഉണ്ടായില്. ഇതാണ് നമ്മുടെ മീനുകൾ. ഇതിനെ ഇതിലിടാം. ഉള്ളത്തെ ഫിഷ് ടാങ്കാണ് മെയിൻ ഫിഷ് ടാങ്ക്. ഇത് നമ്മുടെ ഗപ്പി കേന്ദ്രം. കണ്ടോ ഇതിന്റെ ഒക്കെ മേല് ഈ കളർ ഉണ്ടേ.
ഇതൊരു കുട്ടി പെട്ടില്ല കുട്ടിയൊക്കെ ഉണ്ട്. ഒരു പാല് നോക്ക്, കൊറേ കുട്ടിയുണ്ട്. മിക്കാവോ, ഇതാണ് മിക്കാവോ പാല്. ഓ എന്തൊരു സുഖമാണ്. ചേച്ചി നോക്കടാ മീമി പോണേ. ഇതിന് ഇത് പൊളിയില്ലേ ഗൈസ്. ഇതിന് ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടിന്റെ പകുതിയും മതി. പിന്നെ പാലും ഡേറ്റ്സ് ബദാമൊക്കെ ഇടലുണ്ടായിരുന്നു, പക്ഷെ ബദാമൊക്കെ കഴിഞ്ഞു തോന്നുന്നു. പ്രാവശ്യം വന്നിട്ട് അമ്മ വാങ്ങിയെന്നോന്ന് അറിയില്ല പുതിയത്. കഴിഞ്ഞ വട്ടം ഞാൻ പോണെന്ന് കഴിഞ്ഞായിരുന്നു. ഒരു വാടിയ ബീട്രൂട്ടിന്റെ പകുതി ഉണ്ട്, അല്ല പകുതിയല്ല, ഒരു ചെറിയ പൊട്ടുമുണ്ട്, ഒരു ഫ്രഷ് ബീട്രൂട്ടിന്റെ പൊട്ടുമുണ്ട്. ഈ വാടിയ ബീട്രൂട്ട് ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ പോണതിന്റെ മുന്നേ ഇവിടെ ഉള്ള ബീട്രൂട്ടാണ്. കളയണ്ടല്ലോ വിചാരിച്ചത് എടുത്തു. കണ്ട ഇതിങ്ങനെ ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. വേഗം അരിഞ്ഞ് കിട്ടിക്കോളും. ചേച്ചി അളിയനൊക്കെ ഉപ്പുമാവും മഷ്റൂമും കഴിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പലഹാരമാണ് ഉപ്പുമാവ്. ഇനി ഇതിലേക്ക് തേനൊഴിക്കും. ഈ ബീട്രൂട്ടാണ് മട്ടിക്കണ സാധനം. ബീട്രൂട്ട് കുടിച്ചോണ്ട് നിൽക്കണ സമയത്തൊരു ചവർപ്പ് പോലെ തോന്നും. ഇനി നമ്മുടെ പാല് അവിടെ കാച്ചി വെച്ചിട്ടുണ്ടോ, കാണാണ്ടോ? ഇല്ലല്ലേ. പൂവേ ഇത്രേ ഉള്ളൂ. ഇനി ബദാം കഴിഞ്ഞിട്ടുണ്ട്, ബദാമിന്റെ പാത്രം കാലിയാണ്. മതി. ഇതൊരു 2 സിപ്പൊക്കെ കുടിക്കാൻ ഓക്കെ, പക്ഷെ ബീട്രൂട്ടിന്റെ മത്ത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ രസവും ഉണ്ടാവില്ല കുടിക്കാനൊക്കെ. പക്ഷെ പലഹാരം കഴിക്കണത് എനിക്ക് ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് ഇത് ഞാൻ സഹിക്കാം. ബ്ലെൻഡറിൽ ഇട്ട് അടിച്ച് സെറ്റാക്കണം. ഇത് കഴിഞ്ഞാൽ ചെമ്മീൻ കറി ഉണ്ടാക്കി കുറച്ച് നേരം വെക്കണം. അപ്പോൾ അതുകൊണ്ട് വേഗം ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫോൺ കളിക്കാതിരിക്കാം. എനിക്ക് കുറച്ച് കോഴ്സർ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ കുറച്ച് നേരം ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരിക്കണം. ഇതുകൂടി കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ്. സാധാരണ ഞാൻ ഇത്ര നേരത്തെ ഒന്നും എണീക്കാറില്ലല്ലോ. ഇന്നിപ്പോൾ ഈ മീൻ വാങ്ങാൻ പോകണോണ്ട് എണീച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണീക്കുമ്പോഴേക്കും പാലൊക്കെ നല്ല ചൂടാറാറുണ്ട്. ഇന്ന് ചൂടാറിയിട്ടില്ല, അമ്മ കാച്ചി വെച്ചിട്ട്. അതുകൊണ്ട് ഇതിന് ചെറിയൊരു ചൂട്. ഇതിലെന്നെ കുടിക്കാറ്. ടേസ്റ്റില്ല ഗൈസ്, സത്യം പറയാലോ. ബീട്രൂട്ട് എനിക്ക് ഇഷ്ടപ്പെടണില്ല. ആദ്യമൊക്കെ കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം അത് മത്തായിട്ട് കുടിച്ചിട്ട് ആ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റിക്ക് പറ്റണില്ല. വനജേച്ചി വന്നു, ചാച്ചുവിൻ്റെ വനജമ്മ വന്നു ഗൈസ്. ഗപ്പിയ ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കണം. ടേസ്റ്റില്ല. നട്ട്സും ഈത്തപ്പഴമൊക്കെ ഇടുമ്പോൾ പിന്നെയും ചില ടേസ്റ്റ്. ചില ദിവസം തിന്നാൻ ഒരു രസമില്ലാത്തപ്പോൾ ഞാൻ ഒന്നിച്ചൊരു മുട്ടായി കിട്ടും. ഉപ്പുമാവ് തിന്നാൻ മര്യാദയ്ക്കാൻ വയ്യ. നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ പോയിട്ട് ചെമ്മീൻ നേരാക്കി കഴിച്ചേ. ഇവിടെ ഇവരില്ല അളിയ, അമ്മമ്മയും മുത്തച്ഛനോടല്ലേ? ഇല്ല, രണ്ടാളും ഇല്ല. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അന്ന് അവിടെ എന്തെങ്കിലും ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ വീട്, ഇതാണ് അമ്മമ്മയുടെ വീട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാറാണ് പതിവ്. അപ്പോൾ അവിടെ വെളുത്തുള്ളി ഇല്ല. പിന്നാമ്പുറത്ത് കൂടെ നടുമ്പുറത്തൊക്കെ അടച്ചിട്ടുണ്ട്. അമ്മമ്മേ ശരിയില്ലേ, നമുക്ക് ഇവിടെ എങ്ങനെ നല്ല ബെസ്റ്റ്. ബാക്കിൽ അടയ്ക്കാണ്ട് പോയിക്കണേ. ബാക്കി എല്ലാ വാതിലും അടച്ചിരിക്കണം, പക്ഷെ ഗ്രില്ല് അടച്ചിട്ടില്ല. സുഖമായിട്ട് ഉള്ളിലേക്ക് കയറാം. ഇല്ല ഇവിടെ പൂട്ടിയിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ കയറിയാൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചട്ടിയും കലൊക്കെ മോഷ്ടിക്കാം, അത്രേ ഉള്ളൂ. മെയിൻ അടുക്കളയ്ക്കുള്ള വാതിൽ പൂട്ടിക്കണം, നമ്മുടെ കാര്യം നടക്കും. സ്റ്റോർ റൂം
പുറത്ത് ഇറക്കിയില്ല. ഞാൻ വന്നിട്ടതേ വെളുത്തുള്ളി മോഷ്ടിക്കാനാണ്. കിട്ടിയിട്ടുണ്ട്. അമ്മമ്മയുടെ വീടിൻ്റെ പുറത്ത് ഒരു കിച്ചണാണിത് ഗൈസ്. 2 ബൾബ് വന്നിട്ടുണ്ട് കവളത്ത്. ഇന്നലെ ലൈവിൽ പറഞ്ഞില്ലേ, പുറത്തുള്ള കിച്ചണാണിത്. ഇതാണ് മെയിൻ കിച്ചൺ. അപ്പോൾ ഇവിടുന്ന് സ്റ്റോർ റൂമിൽ നിന്ന് ഈ സാധനം എനിക്ക് വേണ്ടത് കിട്ടി. ഇവരൊന്നും ഇവിടെ ഇല്ല. എനിക്ക് അതേപോലെ അടച്ചിട്ട് പോവാം. കടയിൽ പോണൊരു വാരം പെട്ടെന്ന് ഇവിടെ വന്നിട്ടാണ് എടുക്കുക. അതിന് മുന്നത്തെ വട്ടം ഞാൻ എപ്പോഴൊക്കെ ഫുഡ് വ്ളോഗ് എടുക്കണോ എന്തെങ്കിലും പക്ഷെ ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. വേറെ കാര്യം, അന്നൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് മൈ വീട്, അന്നൊക്കെ ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം എടുക്കും. അയ്യോ കഴിഞ്ഞു. ഫുഡ് വ്ളോഗല്ലേ, എന്നും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ഇനി നമുക്ക് സുബിള് വരുന്നുണ്ട്. ചാച്ചു ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പോവുക. രാത്രിയൊക്കെ പോവും ചാച്ചു, നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ. സുബിളെ ഞാൻ അവിടെ ആരുമില്ല കേട്ടോ. ചച്ചനും അച്ഛമ്മയൊന്നും ഇല്ല, അമ്മമ്മയൊന്നും ചാച്ചിയൊന്നും ഇല്ല അവിടെ. വല്യമ്മമ്മേ അഞ്ചമ്മമ്മ ഇവിടെ അല്ലേ? ആരുമില്ല, ഇങ്ങോട്ട് പോന്നുള്ള തൽക്കാലം. അച്ചല്ല, അച്ഛ ബാങ്ക് പോയത്ര. ഇല്ല ചാച്ചിയൊന്നും ഇല്ല കേട്ടോ. കാടമ്പൂച്ച ഉള്ളത്, കാടമ്പൂച്ചാണുള്ളത് അവിടെ. ആ എന്നാ പോയിക്കോ, എന്നാ പോയിക്കോട്ടാ. അവിടെ ഇല്ല ചാച്ചി, സത്യായിട്ട് അവിടെ ഇല്ല. ഓർക്കാപ്പുളി ഇട്ടാൽ തരക്കേടില്ലാന്നുണ്ട്. ഓർക്കാപ്പുളി പക്ഷെ കിട്ടുമോന്ന് അറിയില്ല, നോക്കട്ടെ. മാങ്ങ ഉണ്ട്, ഓർക്കാപ്പുളി ഉണ്ട് താഴെ. ഞാൻ കാണിച്ചു തരാം. മുകളിലൊക്കെ ഉണ്ട്, കണ്ടോ? ഇത് നിറയെ ഉണ്ടായിരുന്നു. ചാച്ചു ആണ് ഇതിൻ്റെ ആള്. ചാച്ചു കണ്ടോ ഉണ്ടാവണുണ്ട്. ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കില്ലേ, ഇതുകൊണ്ടൊരു സ്പെഷ്യൽ അച്ചാറുണ്ടാക്കും എൻ്റെ ഒരു അമ്മമ്മ. എന്താ ഇതിങ്ങനെ നല്ലെണ്ണയിലോ എന്തെങ്കിലും ഇട്ടിട്ട് വാട്ടിയിട്ട് ഉണ്ടാക്കും. ഇത് ശരിക്കും നല്ല പഴുത്ത ഉറക്കപ്പുളിയാണ് വേണ്ടത്. തൽക്കാലം ഇത്രയും മതി, നല്ല പുളി ഉണ്ടാവും. പിന്നെ മാങ്ങ ഇടുന്നില്ലേ. പിന്നെ അടുത്ത സാധനം നമ്മുടെ കരിവേപ്പിൻ്റെ ഇല. കരിവേപ്പിൻ്റെ ഇല മരം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. തൽക്കാലം ഒരു 4-5 പട്ട പൊട്ടിക്കാം. ആരും ഇല്ല പറഞ്ഞിട്ട് ചാച്ചൊരു പേടി പോലില്ല ഗൈസ്. ഇത് അത് കൂടെ നടക്കണു. ആ കാടമ്പൂച്ച വരട്ടെ കേട്ടാ, കിച്ചൺ അടുത്തേക്ക് വന്ന കാടമ്പൂച്ച വരട്ടെ. ആ വേഗം വന്നോങ്ങട്, വേഗം വന്നോങ്ങട്. എന്തിനാ പോയ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക് നിക്കണ കുട്ടികളെ പിടിക്കാൻ കാടമ്പൂച്ച ഉണ്ട് അവിടെ കേട്ടോ. എന്താ ജഡ്ജിട്ട് നടക്കണ ട്രൗസർ ഇടാണ്ട്? ഓക്കെ, മീൻ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായി. ഇതാ ചെമ്മീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് വറക്കാൻ വേണ്ടിയിട്ടുള്ള വാളയാണ്. ഇത് മസാല വെച്ചിട്ടില്ല. ഇത് ക്ലീനാക്കി എത്ര ടൈം എടുത്തു വരാം ഞാൻ. ഇത് ഈ സാധനങ്ങൾ. ഇനി നമുക്ക് ഇത് പകുതി സവാള, ഒരു 1.5 തക്കാളി, പിന്നെ ഒരു 2 വലിയ മുളക്, പിന്നെന്താ, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഞൗണ്ടണം അത്ര. പിന്നെ വേറെ സാധനം ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ആണ് കേട്ടോ. ഗാർലിക്ക് ഞാൻ വേറെ അരച്ചിട്ടുണ്ട്. ഇത് ജിഞ്ചറിൻ്റെ പേസ്റ്റാണ്. ഗാർലിക് പേസ്റ്റ് അരച്ചിട്ടുണ്ട്. വെയിറ്റ്, ജിഞ്ചർ ഇവിടെ ഇല്ല. സാധാരണ ഞാൻ എനിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങുന്നത് ഇഷ്ടമല്ല. അതിൽ ജിഞ്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗാർലിക്ക് ഞാൻ അരച്ചു. ഇനി ഈ സാധനങ്ങൾ കൂട്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞൗണ്ട കുഴയ്ക്കുക. മാങ്ങ തോല് കളഞ്ഞിട്ടാണോ കളയാണ്ടാണോ ഇടാതെ എനിക്ക് ഐ എം നോട്ട് ഷുവർ. പക്ഷെ എന്തായാലും ഞാൻ തോല് കളയാം, പകുതി മതിയാവും. പുളി ഇല്ലാത്ത മാങ്ങയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഓർക്കാപ്പുളി മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ മാങ്ങ ഇടുകയാണ്. മുന്നേ വാങ്ങിച്ച മാങ്ങ, അല്ലെങ്കിൽ ഇപ്പോൾ ഓർക്കാപ്പുളി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇത് ഞങ്ങളെ നൂറമ്മോളുടെ ഉമ്മയുടെ റെസിപ്പിയാണ് ഗൈസ്.
മാങ്ങ അണ്ടി വലുതാ തോന്നുന്നു. മാങ്ങ അണ്ടി ബുദ്ധി കിട്ടണില്ല. ഒരു കത്തി ശാപുണ്ട്. ഞാൻ എന്തൊക്കെ കത്തിനെ പോലെ മൽപ്പിടുത്തം ഉണ്ടാക്കി അന്ന് എൻ്റെ കത്തി മുറി കയ്യ മുറി. ഇത് മതിയാവില്ല, ഒരു പൊട്ടുപൊടി എടുക്കേണ്ടി വരും. ഓർക്കാപ്പുളിക്ക് ഒടുക്കത്തെ പുളിയുണ്ട്. ഇതിന് പുളി ഉണ്ടെങ്കിലും നമുക്ക് ഇത് തിന്ന് നോക്കി നോക്കാം പുളി ഉണ്ടോ അറിയാം. നൂറ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ മാങ്ങയുടെ അണ്ടിയൊക്കെ ഉണ്ടാവലുണ്ട്. ഓ അത് ഒടുക്കത്തെ ടേസ്റ്റാ വയസ്സ്. എന്തൊരു ടേസ്റ്റ് അറിയോ. കോഴിക്കോട് സ്പെഷ്യൽ നൂറയുടെ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. എനിക്ക് തേങ്ങ വേണം. തേങ്ങ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ആദ്യം നോക്കിയിട്ട് വേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ തേങ്ങ പൊളിച്ചിട്ടൊക്കെ വേണ്ടി വരും. വാന ചേച്ചി തേങ്ങ ഉണ്ടോ പൊളിച്ചത്? തരക്കേടില്ലാത്ത പുളി ഉണ്ട്. കുറച്ച് നീളത്തിൽ അരി കേട്ടോ. നൂറ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് ഇടാറ്. ഞാൻ അത്ര വലിയ കഷ്ണങ്ങളാണ് ഇങ്ങനെ ഇത്ര കട്ടിയിലൊക്കെ ഉണ്ടോ. നമ്മൾ തിന്നാൻ വേണ്ടി എടുക്കുന്ന കട്ടിയിലൊക്കെ അരിയാണ്. പിന്നെ ഓർക്കാപ്പുളി ഒരു 3 എണ്ണം. പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എന്തിനാടാ പേടി? കാച്ചിനൊടുക്കത്തെ പേടിയാണ്. പൂച്ച ഒന്ന് ആഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയാൽ മതി, അവൻ പേടിച്ചോളൂ. പക്ഷെ ധൈര്യത്തോടെ പോവും. നമുക്കിനി ഈ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഇതിൽ ഇങ്ങനെ മിക്സ് ആക്കിയില്ല, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഇത് മുരിങ്ങക്കായ മെയിനാണ്. പിന്നെ നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം ഉണ്ട്. എത്ര ചെമ്മീൻ ഇതിലധികം ചെമ്മീൻ വേണ്ട തോന്നുന്നു. മതിയോ? ചൂടല്ലേ? ചെമ്മീൻ അത്യാവശ്യം ഉണ്ട്. ബാക്കി ചെമ്മീൻ വലുതൊക്കെ ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. അത്യാവശ്യം ചെമ്മീൻ ഉണ്ട്. മതിയോ? ഇനി പൊടികൾ ഇടാനാണ്. നമ്മുടെ വീട്ടിൽ ശുദ്ധമായി പൊടിച്ച മുളക് പൊടി 2 സ്പൂൺ ഇടാം. ഇതൊരു 1/2 സ്പൂൺ ഇടാം. പിന്നെ ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 3/4 സ്പൂണൊക്കെ ഏകദേശം ആണ്. നൂറമ്മോട് പറഞ്ഞു 1/4 സ്പൂണായോ? 1/4 സ്പൂൺ. ഇതൊന്ന് റഫായിട്ടൊന്ന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇനി കുറച്ച് കഴിഞ്ഞ് നോക്കാം ഉപ്പ് ഉണ്ടോന്ന്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് തിളപ്പിക്കണം. പിന്നെ അപ്പോഴേക്കും തേങ്ങ അവിടെ വരച്ച് തേങ്ങ ചിരകുണ്ട്. തേങ്ങ കരക്കട്ടെ. അപ്പോൾ കൈസ് ഇത് തിളച്ച് വന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മാങ്ങയൊക്കെ ഉണ്ടോ ഉടഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തേങ്ങ ഇതെല്ലാം നല്ലോണം വെന്തണം. മുരിങ്ങക്കായൊക്കെ വെന്തണം അറിയില്ല. എന്തായാലും തേങ്ങ ഒഴിച്ചിട്ട് ഇനി ബാക്കി തിളപ്പിക്കാം. ഇത് കുറച്ചുകൂടി ഉണ്ട്, ഞാൻ കലക്കി ഒഴിക്കട്ടെ. അപ്പോൾ തേങ്ങ ഇട്ട് തിളപ്പിക്കാം കേട്ടോ. ഇനി കുറച്ച് നേരം ഈ മല്ലിയിലയും കൂടി ഇട്ടിട്ട് അടച്ച് വയ്ക്കട്ടെ, അല്ലെങ്കിൽ ഇത് വറ്റിപ്പോവും. മല്ലിയില ഇട്ടിട്ട് അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് തൂമിക്കണം, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട്. അപ്പം അതിന് വേണ്ടി ഉള്ളി നേരാക്കണം. അടച്ച് വയ്ക്കട്ടെ. മയില് കണ്ടോ? ചാച്ചു പോവല്ലേ, മയില് പോവും. മമ്മൻ കഴിച്ചോട്ടെ. മയിലിന് ചോറിട്ടെടുത്തിട്ട് മയില് ചോറ് തിന്നാണ്ട. ഇപ്പോൾ കോഴിയോളെ പോലെ ഇഷ്ടംപോലെ മയിലുണ്ട്. അതിൻ്റെ മുളക്ക് ഈ പിന്നിലും ഉണ്ട്. ചാച്ചു അത് കഴിച്ചോട്ടെ. അവിടെയൊക്കെ ഉണ്ട്, തൊടിയിലൊക്കെ ഉണ്ട്. ആൺമയിലും ഉണ്ട്, പക്ഷെ ആൺമയിൽ കുറവാണ്. പെൺമയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആൺമയിൽ കോഴിയോളെ പോലെ പെൺമയിൽ കോഴിയോളെ പോലെ കുറേ ഉണ്ട്. ഇതിന്റെ പിന്നിലൊരു പാമ്പും കാവുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. അപ്പം അതുകൊണ്ട് എല്ലാം അവിടെ പോയി ഇരിക്കുന്നുണ്ട്. എന്തിനേ? തൂമിക്കാനാണ് കൈസേ. കുറച്ച് എണ്ണയിൽ ചെറിയ ഉള്ളി കരിവേപ്പിൻ്റെ ഇട്ട് തൂമിക്കണം. മീൻകറി സെറ്റായിട്ടുണ്ട്. ടേസ്റ്റ് തട്ടിയിട്ടൊന്നുമില്ല. മീൻകറി ഇട്ടിട്ട് ഇളക്കിയിട്ട് നോക്കാം. സെറ്റായിട്ടാ. ഒന്ന് ബ്രൗൺ
ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതും പിടിച്ചിട്ട് അങ്ങോട്ട് ശരിയാവണില്ല. അതിൽ കുറച്ചുകൂടി ഉണ്ടായി, ഞാൻ അതും കൂടി ഇടട്ടെ കേട്ടോ. ഈ മീൻകറി സെറ്റാണ് കഴിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നൂറമ്മളെ ഉമ്മയുടെ കറി പോലെ തന്നെ ഉണ്ട്, നല്ല ഉണ്ട്. എനിക്കാണെങ്കിൽ ആ കറി ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുമോയെന്ന്, എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള അറിയാൻ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ചേച്ചി വരാറായിരുന്നു, അതിന് പിന്നെ മീനും കൂടി വറുക്കണം. സാധാരണ ഈ സമയത്തൊക്കെ ഞാൻ വെറുതെ ടി വി കണ്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കാറാണ്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനില്ലെങ്കിൽ ചിലപ്പോൾ ചേച്ചി ഇങ്ങനെ പറയും മീൻ നേരാക്കി വെച്ചൊന്നു വറക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഇന്നലെ ഇപ്പോൾ ചിക്കൻ ആയിരുന്നു, അപ്പോൾ ചിക്കൻ ഉണ്ടാക്കണം പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അല്ലാത്ത സമയമൊക്കെ ഞാൻ ടി വി നോക്കി കിടക്കാവും. ഇന്നിപ്പോൾ മീൻ നേരാക്കൽ മുതൽ ഉണ്ടാക്കൽ വരെ എൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഇപ്പോൾ കുറച്ചധികം കാലമായി. സാധാരണ ചേച്ചി മീൻ നേരാക്കി വയ്ക്കും, ഞാൻ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാവല്. ഇന്നിപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞുകൊണ്ട് എനിക്ക് ടി വി കണ്ടിരിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇത് ഉണ്ടാക്കണം ഞാൻ കുറേ കാലമായി വിചാരിക്കണം. ഉണ്ടാക്കണം എന്നല്ല, ഇവർക്ക് ഈ കറി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ക്യാമറ ഇവിടെ അല്ലേ? അപ്പോൾ ചാച്ചി ഇവിടെ ആവശ്യമില്ലാണ്ട് കരഞ്ഞു കിടക്കുന്നുണ്ട്, പുറത്തേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്തായാലും മീൻ വറുക്കണത് ആ അടുപ്പത്തല്ല, ഇതിലാണ്, ഇൻഡക്ഷൻ കുക്കറിലാണ് മീൻ വറുക്കണേ. കുറച്ച് സൈഡിൽ അവിടെ ലൈറ്റ് ഒന്നും ഇല്ല, അവിടെ കാണിക്കാൻ വയ്യ. സാധാരണ ഇവിടെ സോളാർ വെച്ചതിന് ശേഷം എല്ലാം ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ ചെയ്യാറ്, സ്റ്റൗവിൽ ചെയ്യാൻ സമ്മതിക്കാറില്ല. ഇതിപ്പോൾ മീൻ കറിയൊക്കെ ആകുമ്പോൾ മീൻ ചട്ടിയിലല്ലേ വയ്ക്കുക, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ വെച്ചതാണ്. അപ്പം മീൻ വറുക്കണത് സ്റ്റൗവിൽ തന്നെ. ഞാൻ ഇന്ന് മീൻ വറുത്ത അന്നൊക്കെ മീൻ കരിയും, കാരണം ഞാൻ പിന്നെ ഫോൺ നോക്കി ഇരിക്കുമ്പോൾ മറക്കും. അപ്പം അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് മീൻ വറുക്കണതിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഇടയിൽ 2 റീലൊക്കെ കാണുന്നു. റീലൊന്നും കണ്ടിരുന്നിട്ടില്ല. സാധാരണ ഞാൻ നീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കും ഉച്ച വരെ. എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് റീലൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ട് അവിടെ കിടക്കും അങ്ങനെ. അപ്പം ഇനി മീൻ വറുത്തിട്ട് ചേച്ചിയൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം. റൈസ് മീൻ കറി റെഡി, വാള ഫ്രൈ റെഡി, പിന്നെ അല്ലേ തളയൻ ഫ്രൈ, പിന്നെ അമരക്കപ്പയുണ്ട്, ക്യാബേജ് ഉപ്പേരിയുണ്ട്. ഈ മീൻ കറി ടേസ്റ്റ് ചെയ്തിട്ട് പറയും. കുറുകിയ കൂടുതല് അത് കൊറേ നേരം ഇരുന്നിട്ടാണ്. ഞാൻ എന്തൊക്കെ ഉപ്പിട്ടാലും ഉപ്പ് എപ്പോഴും കൂടും. ഞാൻ ഉപ്പ് കുറച്ചിട്ടുള്ളൂ. ഉപ്പേരല്ല കൂട്ടാന്. മുരിങ്ങക്കായുടെ വില നമുക്ക് അറിയാം. ഒരു മുരിങ്ങക്കായ്ക്ക് 10 രൂപ. 10 ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഞാനവിടെ 3 48 ഉറുപ്പ് എടുത്തു. അപ്പൊ എത്ര ഇയാളെങ്ങനെ പറയുക? ഇതിന് വായ നല്ലതൊന്നും കേൾക്കില്ല. ശരി ഗൈസ്, ഫുഡ് ആക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേച്ചിയൊക്കെ പോയി ഗൈസ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് രാവിലെ ആ മാഷിൻ്റെ വീട്ടിൽ മീനിനെടുക്കാൻ പോയോണ്ടേ നേരത്തെ നീച്ചു. 7 മണി 7:30 നീച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇനി ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ. നമ്മൾ ഇന്നലെ സൈൻ ലബാന് പോയിട്ട് ഫാസിയ ചോക്ലേറ്റ് വാങ്ങിയായിരുന്നു. അത് ഇതായിരിക്കുന്നു ഇവിടെ. ഇന്നലെ നമുക്ക് തിന്നാൻ പോലും പറ്റിയില്ല. ഇന്നലെ 2 സ്പൂൺ കഴിച്ചപ്പോഴേക്കും മത്തായി എനിക്കൊക്കെ. അപ്പം ഇന്നലെ അത് കൊണ്ടുവന്നായിരുന്നു. ഇപ്പം അത് 1-2 സ്പൂണ് കഴിച്ചു. പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ചോണ്ടേ കുറച്ച് ഫ്രീസായി, മെൽറ്റാക്കാൻ വെച്ചിരിക്കുക. പക്ഷെ അത് മെൽറ്റ് ആവണ വരെ ഞാൻ ഉറക്കാട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം ഇനി ഉറങ്ങി നീക്കുമ്പോഴേക്കും അമ്മ വരും. അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പരിപാടികൾ കാണാം. ചേട്ടാ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ടൊരു ഉറക്കം കഴിഞ്ഞു ഗൈസ്. കുറേ നേരം ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ചാച്ചുവിന് യൂട്യൂബിൽ എന്തോ തവളേനെ കാണണം ആനേനെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇട്ടു. പക്ഷെ അപ്പോഴേക്കും വൈഫൈ എന്തോ പോയോണ്ട് ചാച്ചു ആകെ ബഹളായി. അപ്പം അതുകൊണ്ട് കരഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അത് എന്താ കിട്ടാത്തതെന്ന് അറിയാൻ കുറേ നേരം ഞാൻ മോഡത്തിൻ്റെ മുകളിലൊക്കെ തിരിപ്പിടിച്ചു, പക്ഷെ ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീച്ചു. ഇന്നെൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. ഞാൻ എണ്ണ തേച്ചുതരാം. ഇവിടെ അമ്മമ്മയും മുത്തശ്ശനും ആരിലൊക്കെയാണ് എണ്ണ തേച്ചുതരാം. അപ്പോൾ എണ്ണ തേച്ചുതരാൻ വേണ്ടിയിട്ട് ഉറങ്ങണം. അമ്മമ്മേ ഉറങ്ങ, എന്നാ എണ്ണ തേച്ച് തരുമോ? എണ്ണ അപ്പം അമ്മമ്മയും മുത്തശ്ശനും ആരിലൊക്കെയാണ് എണ്ണ തേച്ചുതരാം കേസ്. അതാകുമ്പോൾ നല്ലൊരു മസാജ് കിട്ടും. ഇത് തേച്ചിട്ട് ഇപ്പം അധികം സമയമൊന്നും ആയിട്ടില്ല. പക്ഷെ എന്താ അറിയോ, എണ്ണ തേച്ച് കുറച്ച് സമയം
തലയിൽ വെക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ തേക്കണേ. അത് കഴിഞ്ഞിട്ട് ഇനി അവിടെ പിന്നെയും പോയി കിടന്ന് TV കാണും. എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് വേണം വാഷ് ചെയ്ത് കളയാൻ. അമ്മ വന്നാലാണെങ്കിൽ ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിയുള്ളൂ. അപ്പം അപ്പയ്ക്കും കുളിയൊക്കെ കഴിഞ്ഞിരിക്കണം. മുത്തശ്ശൻ വന്നോ? മുത്തശ്ശൻ എപ്പോ വന്നു? നിങ്ങൾ ചോറുണ്ടില്ല? മീൻ കൊണ്ടുവന്നായിരുന്നോ നിങ്ങള്? ഞാൻ വറുത്തതുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊളുത്തി. അയ്യോ, അമ്പലത്തിലെ പാട്ട് കേൾക്കണ ചിലപ്പോൾ ഒരു കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇവിടെ ബാക്കിൽ പാടത്തിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം അതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് പാട്ട് വെക്കും, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഓഫാക്കട്ടെ. പക്ഷേ ഇവളോടൊക്കെ പുതിയ ഫിഷ് ടാങ്ക് വെച്ചതിൽ ഇവൻ കണ്ണി കണ്ട സാധനങ്ങൾ ചെരുപ്പും കോലൊക്കെ കൊണ്ടിട്ടിട്ട് ഇടാം. മീനെ കണ്ടോ? ചാച്ചു അങ്ങനെ ചെയ്യില്ലേ? പറഞ്ഞാൽ കേൾക്കണ കുട്ടിയുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ശരി ഗൈസേ, ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോവാ. ശരി, റെഡി ആവാനായിട്ട് എനിക്ക് ചീത്ത വെക്കണ്ടേ. ഞങ്ങൾ പോയിട്ട് റെഡി ആവട്ടെ. ശരി, ഇതാ ചോട്ട് വരണം. ചോട്ടുവിനെ വിടാൻ പോയിട്ട് രാജ്മാമി ചോട്ടുകൂടി വരുന്നുണ്ട്. ഞങ്ങളോട് അടുത്ത അമ്പലത്തിൽ പോവാ ഗൈസ്. അപ്പം ഞാൻ പോയിട്ട് റെഡി ആവട്ടെ. അവിടെ നിന്ന് ചെണ്ട കൊട്ടൊക്കെ ഉണ്ട്, അതായത് തായമ്പകയൊക്കെ ഉണ്ട്. ചാച്ചുവിന് ഇവൻ കാണിക്കണത് അളിയാതാ തിരിക്കിടണോട്ടെല്ലാം. ഗൈസ് റെഡിയായി ഗൈസ്, പോവാൻ ലേറ്റായി. ഞാൻ റെഡി ആവണത് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കാണിക്കണം വിചാരിച്ചു. പക്ഷെ വിചാരിച്ചത് ചിലപ്പോൾ ബോറിങ് ആവുന്നു. സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും ഐ തിങ്ക് ആണുങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ബോറിങ് ആവില്ലേ. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ എണ്ണയൊക്കെ തേച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരാടെ അമ്മയും പ്രശ്നം മാറി മാറി മസാലയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വിളക്കൊളുത്തി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും അമ്മയൊക്കെ വന്നു. നമ്മൾ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ പിന്നെ അതിന് റെഡി ആവാൻ പോയി. ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു ഗൈസ്. വിചാരിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞു ഇഷ്ടം പോലെ ആൾക്കാരാവും, നല്ല ചുരിദാറൊക്കെ ഇട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ട് ചുരിദാറൊക്കെ ഇട്ട് മാറ്റി ഒരുങ്ങിയപ്പോൾ അവിടെ ഒരു മനുഷ്യനൊക്കെ ഉണ്ട്, കുറേ വയസ്സന്മാർ, അല്ലാണ്ട് ഭയങ്കര ആൾക്കാരൊന്നുമില്ല. കുറച്ചേരൊക്കെ കൊട്ടൊക്കെ കണ്ടിരുന്നു. ഇനി ഞങ്ങൾ പോകും. പാട്ട് ഓഫ്. ഇനി നമ്മൾ വെറുതെ പോണില്ലേ? അമ്മയാണെങ്കിൽ അമ്മ അമ്പലത്തേക്കൊന്നും വന്നില്ല. അമ്മ കൊടുക്കത്തെ പഠിത്തം പഠിക്കാൻ പറഞ്ഞിരിക്കാം. പക്ഷെ അമ്മ നേരം ഫോണിൽ നോക്കി ഇരിക്കാവും. ഇനി അമ്മക്ക് പഠിത്തത്തിനൊരു ബ്രേക്കായിട്ട് നമ്മൾ വെറുതെ പെരുന്തമണ്ണ പോവാന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇന്നലെ ആ ഗ്രീൻ ടേബിൾ പോയിട്ട് മട്ടൺ സൂപ്പ് കുടിക്കാണ്ട് പോകുന്നുണ്ടൊരു വിഷമമുണ്ട്. അപ്പോൾ ഒന്ന് അമ്മ മട്ടൺ സൂപ്പ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി കഴിച്ച് പെരുന്തമണ്ണ ചിലപ്പോഴേ പോവുള്ളൂ. അങ്ങനെ പറഞ്ഞ പോലെ പെരുന്തമണ്ണ പോയില്ല കഴിച്ചേ. ഫുഡൊക്കെ കഴിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും മൂടില്ല. കുറേ നേരം ലൈവ് പോയി ഞാൻ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴേക്കും എല്ലാവർക്കും ഒരു ഉറക്കപ്പിച്ച് വന്നു. രാവിലെ നേരത്തെ നീച്ചല്ലേ. അപ്പോൾ വിചാരിച്ചു നാളെ പോവാന്ന്. മട്ടൺ സൂപ്പ് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, ബൈ.